അപ്പോൾ നമ്മളിപ്പോൾ ഫീസിബിൾ സൊല്യൂഷനും ബേസിക് ഫീസിബിൾ സൊല്യൂഷനും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫീസിബിൾ ആയിട്ടുള്ള ബേസിക് സൊല്യൂഷനെയാണ് നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നുള്ളതും പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം. അപ്പോൾ ഈ ഒരു തിയറം വളരെ ലെങ്തിയാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, പിന്നെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇഫ് എസ് എഫ് ഈസ് നോൺ എം ടി, അതായത് സെറ്റ് ഓഫ് ഫ്യൂസിബിൾ സൊല്യൂഷൻ നോൺ എം ടി ആണെങ്കിൽ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് എയ്തർ ആൻ അൺബൗണ്ടഡ് മിനിമം ഓർ ഇറ്റ് ഈസ് മിനിമം അറ്റ് എ വെർട്ടെക്സ് ഓഫ് എസ് എഫ്. അപ്പോൾ എസ് എഫ് ഇപ്പോൾ നോൺ എം ടി ആണെന്ന് വിചാരിക്കാം. നോൺ എം ടി ആണെങ്കിൽ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സിന് അൺബൗണ്ടഡ് മിനിമം ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എത്രയാണ് അതിൻ്റെ മിനിമം എന്നുള്ളത്. ഒരു അൺബൗണ്ടഡ് ആയിട്ടുള്ള മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എസ് എഫിൻ്റെ ഒരു വെർട്ടെക്സിലായിരിക്കും ആ മിനിമം അറ്റൈൻ ചെയ്യുക. അപ്പോൾ ആ രണ്ട് കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് അൺബൗണ്ടഡ് മിനിമം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ബൈ അൺബൗണ്ടഡ് മിനിമം വി മീൻ ദാറ്റ് ദർ ഈസ് ഓൾവേസ് ആൻ എക്സ് ഇൻ എസ് എഫ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ മൈനസ് എൻ വെർ എൻ ഈസ് എ ലാർജ് പോസിറ്റീവ് നമ്പർ ആസ് വി പ്ലീസ്. അതായത് എഫ് ഓഫ് എക്സിനെ എത്ര ചെറുതാക്കിയിട്ടും വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത്. അങ്ങനത്തെ എക്സുകൾ എസ് എഫിൽ ഉണ്ടാവും. അതാണ് അൺബൗണ്ടഡ് മിനിമം. അതായത് ഒരു എക്സ് നമുക്ക് പറയാൻ പറ്റൂല, അതായത് ആ എഫ് ഓഫ് എക്സിനേക്കാളും വലുതാണ് ബാക്കിയുള്ളതൊക്കെയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ ഏത് എക്സ് എടുത്താലും അതിൻ്റെ താഴെ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അൺബൗണ്ടഡ് മിനിമം എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി മെയ്ഡ് ആസ് സ്മോൾ ആസ് വി പ്ലീസ് വിത്തൗട്ട് വയലേറ്റിംഗ് ദ കൺസ്ട്രെയിൻസ്. അതായത് കൺസ്ട്രെയിൻസിന് ഒന്നും പ്രശ്നം വരാത്ത രീതിയിൽ, കൺസ്ട്രെയിൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ എഫ് ഓഫ് എക്സിനെ എത്ര സ്മോൾ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്കൊരു മിനിമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് അൺബൗണ്ടഡ് ആയിട്ട് പോകും. അതാണ് അൺബൗണ്ടഡ് മിനിമം. അപ്പം ഇതിൻ്റെ പ്രൂഫ്, അപ്പം നമുക്കിവിടെ നമ്മൾ രണ്ട് കേസായിട്ടാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ് പറയുന്നത്. എസ് എഫ് ഇപ്പോൾ എസ് എഫ് ഇസ് നോൺ എം ടി എന്നാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എസ് എഫ് ചിലപ്പോൾ ബൗണ്ടഡ് ആവാം, ഒരു ബൗണ്ടഡ് റീജിയൻ ആവാം, അല്ലെങ്കിൽ അൺബൗണ്ടഡ് റീജിയൻ ആവാം. അപ്പോൾ ബൗണ്ടഡ് ആണെങ്കിൽ പ്രൂഫ് വളരെ എളുപ്പമാണ്. ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്, ഒന്നെങ്കിൽ അതിന് അൺബൗണ്ടഡ് മിനിമം ഉണ്ടാവും, അല്ലെങ്കിൽ മിനിമം അറ്റ് എ വെർട്ടെക്സ് ഓഫ് എസ് എഫ്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ എസ് എഫ് ഇസ് ബൗണ്ടഡ് നിർത്തും. അപ്പോൾ എസ് എഫ് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്കറിയാലോ, ഒരു ബൗണ്ടഡ് റീജിയൻ എന്ന് പറയുമ്പോൾ അതിന് വെർട്ടീസസ് ഒക്കെ ഉണ്ടാവും. ആൻഡ് എവറി പോയിന്റ് ഇൻ എസ് എഫ് ഇസ് എ കോൺവെക്സ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മുന്നത്തെ ഓരോ തിയറംസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു ബൗണ്ടഡ് റീജിയൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് കുറേ വെർട്ടീസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വെർട്ടീസസിൻ്റെ എന്താ പറയുക, ലീനിയർ കോമ്പിനേഷൻ. കാരണം നമ്മൾ എസ് എഫ് എന്ന് പറഞ്ഞാൽ ഒരു കോൺവെക്സ് സെറ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വെർട്ടീസസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ബാക്കിയുള്ള പോയിൻറ്റ്സിനൊക്കെ നമുക്ക് വെർട്ടിസസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതൊരു പ്രീവിയസ് തിയറം പ്രകാരമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് അങ്ങനെ എഴുതി വെച്ചാൽ മതിയാവും. അപ്പം അതൊരു പ്രീവിയസ് തിയറം ഉണ്ട്. ഒരു കോൺവെക്സ് സെറ്റ്, ആ വെർട്ടിസസിൻ്റെ കോൺവെക്സ് സെറ്റ് ആണെങ്കിൽ വെർട്ടിസസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള പോയിൻറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എസ് എഫ് ഇസ് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ അത് ബൗണ്ടഡും കൂടി ആവണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. Then SF has vertices and every point in SF is a convex linear combination of its vertices. ആ വെർട്ടിസസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും എസ് എഫിലെ എല്ലാ പോയിൻറ്റ്സും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് x1 x2 etc xp be the vertices of SF. എസ് എഫിൻ്റെ വെർട്ടിസസ് ആണ്, p വെർട്ടിസസ് ഉണ്ടെന്ന് വിചാരിക്കുക. എത്രയാണെന്ന് നമുക്കറിയില്ല. ഇനി നമുക്ക് എന്താണ്, നമ്മൾ മുന്നൊരു തിയറത്തിൽ പഠിച്ചു എസ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ബിലോ കോൺവെക്സ് സെറ്റ് ആയിരിക്കും. അതിനുണ്ട് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് ഉണ്ട് എന്നൊക്കെ മുന്നേ ഒരു തിയറത്തിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ബൗണ്ടഡ് ബിലോൻ്റെ പുറമെ ബൗണ്ടഡ് ആണെന്ന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ബൗണ്ടഡ് ബിലോ ആൻഡ് എബോവ് ആണ്, രണ്ടും കൂടിയാണ്. അപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ അന്നൊരു തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എസ് എഫ് ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ്. നമുക്കറിയാം അല്ലേ, ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സെറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റിൽ ഒരു ഫംഗ്ഷന് മിനിമം അറ്റൈൻ ചെയ്യും എന്നുള്ളതുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ബൗണ്ടഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഫൈനൈറ്റ് ഫോർ ഓൾ എക്സ് ഇൻ എസ് എഫ്. അപ്പോൾ എസ് എഫിൽ ക്ലോസ്ഡ് ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ ആണെങ്കിൽ അതിൽ എല്ലാ എക്സിനും നമ്മൾ എഫ് കാണുമ്പോൾ നമുക്ക് ഒരു ഫൈനൈറ്റ് നമ്പറാണ് കിട്ടുക. അപ്പോൾ നമുക്കൊരു ദർ ഈസ് എ മിനിമം പോയിന്റ് ഉണ്ടാവും ഇൻ എസ് എഫ്, ദാറ്റ് ഈസ് ലെറ്റ് ഇറ്റ് ബി എക്സ് നോട്ട് or എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് മിനിമം. നമുക്കൊരു മിനിമം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ആണ് അതിൻ്റെ മിനിമം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു മിനിമം എന്തായാലും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്കുണ്ട്. ഇനി നമ്മൾ എന്ത് കാണിക്കണം, ആ മിനിമം നടക്കുന്നത് വെർട്ടെക്സിലാണ് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും എക്സ് നോട്ട് എന്ന് പറയുന്നത് എസ് എഫിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എസ് എഫിലെ ഏതൊരു പോയിൻറ്റിനെയും അതിൻ്റെ വെർട്ടിസസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും.
അപ്പോൾ ഈ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിനെ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് ആർ എന്ന് പറഞ്ഞാൽ ഈ വെർട്ടീസസ് x1 x2 എക്സെട്ര xp, അതായത് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 2 എണ്ണം എടുക്കുമ്പോഴുള്ള ലീനിയർ കോമ്പിനേഷൻ പോലെ തന്നെ കുറേ എണ്ണം എടുക്കുമ്പോൾ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ പറയാം എന്നുള്ളത്. അപ്പോൾ എക്സ് നോട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ ആർ വേരീസ് ഫ്രം 1 to p ആൽഫ ആർ എക്സ് ആർ. അവിടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഈ സമ്മേഷൻ ആർ വേരീസ് ഫ്രം 1 to p ആൽഫ ആർ എന്താവണം? 1 ആവണം. ആൽഫ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആകുമ്പോൾ ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൽഫ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, സമ്മേഷൻ ആർ വേരീസ് ഫ്രം 1 to p ആൽഫ ആർ ഈക്വൽ ടു 1. അപ്പോൾ എക്സിനോട് നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം, വെർട്ടിസസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഒരു ലീനിയർ ഫംഗ്ഷൻസ് ആണ് അല്ലേ, നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അത് ലീനിയർ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 സൈഡിലും എഫ് ഓഫ് എക്സ് എടുത്തുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സമ്മേഷൻ ആർ വേരീസ് ഫ്രം 1 to p ആൽഫ ആർ എക്സ് ആർ എന്നല്ല. അപ്പോൾ ലീനിയർ ആകുമ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഇവിടെ ആൽഫ ആർ എന്ന് പറയുന്നത് ഓരോ കോൺസ്റ്റൻസ് ആണ്, അതിനെ നമുക്ക് ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ സമ്മേഷൻ ഇങ്ങനെ ഈ എഫിന് ഉള്ളിലേക്ക് എടുത്ത് എഴുതാൻ പറ്റും. അതായത് സമ്മേഷൻ ആർ വേരീസ് ഫ്രം 1 to p ആൽഫ ആർ എഫ് ഓഫ് എക്സ് ആർ. അത് ലീനിയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഇപ്പോൾ നമുക്ക് കുറേ ഇപ്പോൾ എഫ് ഓഫ് എക്സ് 1, എഫ് ഓഫ് എക്സ് 2, എഫ് ഓഫ് എക്സ് 3 അതൊക്കെ കുറേ വെർട്ടിസസ് ആണ്. ആ വെർട്ടിസസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഏറ്റവും മിനിമം വരുന്ന പോയിന്റ് ഉണ്ടാവില്ലേ, അതായിട്ട് എഫ് ഓഫ് എക്സ് കെ എടുക്കുക. എഫ് ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ വെർട്ടിസസിൽ ഒരു വെർട്ടിസാണ്, അതിലൊരു വെർട്ടിസാണ്. അതിലെന്താവണം? ആ വെർട്ടിസസിൽ നോക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഓരോ വെർട്ടിസസിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെർട്ടിസസിൽ ഏറ്റവും മിനിമം വരുന്ന ഫംഗ്ഷൻ വാല്യൂ ആ വെർട്ടെക്സ് എടുക്കുക, അതാണ് എക്സ് കെ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും അല്ലേ, കാരണം ഏറ്റവും മിനിമം വെച്ച് ഓരോന്നിനും നമ്മൾ ഏറ്റവും മിനിമം വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്താവും? ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ആർ വേരീസ് ഫ്രം 1 to p ആൽഫ ആർ എഫ് ഓഫ് എക്സ് കെ. മിനിമം വെച്ചിട്ടല്ലേ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 പകരം മിനിമം വെക്കുക, അപ്പോൾ എഫ് ഓഫ് എക്സ് കെ. എഫ് ഓഫ് എക്സ് 2 പകരം മിനിമം വെക്കുക, എഫ് ഓഫ് എക്സ് കെ. അപ്പോൾ ഓരോന്നിനേക്കാളും എല്ലാത്തിനേക്കാളും ഏറ്റവും ചെറുത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്, ഓരോന്നിനെയും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. എഫ് ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ, കാരണം ഇവിടെ 6 വേരി ചെയ്യുന്നത്, ഇവിടെ ഇതിൽ 6 ഇല്ല. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കെ ഔട്ട് സൈഡ് എടുക്കാം. ഇനി സമ്മേഷൻ ആർ വേരീസ് ഫ്രം 1 to p ആൽഫ ആർ എന്താ വരിക? 1 വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? എഫ് ഓഫ് എക്സ് കെ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടി? എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ എന്നാണ് കിട്ടിയത് അല്ലേ. വേർ എഫ് ഓഫ് എക്സ് കെ ഇസ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ആർ വേരീസ് ഫ്രം 1 to p, അതായത് വെർട്ടെക്സിലുള്ളതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മൾ അസംഷൻ പ്രകാരം എന്താണ്? എക്സ് നോട്ടാണ് നമ്മൾ മിനിമം ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ ആവണം. വെർട്ടെക്സ് എടുത്താലും ഏത് പോയിന്റ് എടുത്താലും എഫ് ഓഫ് എക്സ് നോട്ടാണ് ഏറ്റവും മിനിമം. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ ആവണം. അപ്പോൾ ഈ 2 കണ്ടീഷൻ, എഫ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ ഉണ്ട്, എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ ഉണ്ട്. ഈ 2 കണ്ടീഷനും കൂടി കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ എക്സ് നോട്ടിന് നമ്മൾ മിനിമം എന്ന് അസ്യൂം ചെയ്തു, എക്സ് കെ എന്ന് പറയുന്നത് വെർട്ടെക്സ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? എക്സ് നോട്ടിൽ അതായത് മിനിമം നടക്കുന്നത് വെർട്ടെക്സിലാണെന്ന് കിട്ടി അല്ലേ. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ, എക്സ് കെ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് എക്സ് കെ വിച്ച് ഈസ് എ വെർട്ടെക്സ് ഓഫ് എസ് എഫ്, അതൊരു എസ് എഫിൻ്റെ വെർട്ടെക്സ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് മിനിമം നടക്കുന്നത് വെർട്ടെക്സിലാണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത കേസ് എന്താണ്? എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണ് എന്നാണ്. എഫ് ഓഫ് എക്സ് അല്ല, എസ് എഫ് ഈസ് ബൗണ്ടഡ് എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എസ് എഫ് ബൗണ്ടഡ് ആണെങ്കിൽ അതിനൊരു ബൗണ്ടഡ് മിനിമം തന്നെ, അൺബൗണ്ടഡ് മിനിമം അല്ല ഉണ്ടാവുക, മിനിമം തന്നെ ഉണ്ടാവും. അതെവിടെ ഉണ്ടാവുക? വെർട്ടെക്സിലാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ കേസ് എസ് എഫ് ഈസ് അൺബൗണ്ടഡ് ആയിട്ട് എടുക്കാം. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എസ് എഫ് ഓൾറെഡി ബൗണ്ടഡ് ബിലോ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എസ് എഫിൽ കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്നുള്ള നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി എസ് എഫ് ഈസ് ബൗണ്ടഡ് ബിലോ ആണ്. അപ്പോൾ ബൗണ്ടഡ് എബവ് അല്ല എന്ന് വിചാരിക്കുക, അപ്പോഴാണല്ലോ അവിടെ അൺബൗണ്ടഡ്നെസ് വരിക. അപ്പോൾ ബൗണ്ടഡ് ബിലോ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെർട്ടെക്സ് ആണ് x1 എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പം ഈ ഒരു ഫിഗറിലേക്ക് നോക്കാം. അപ്പോൾ അതിത് പറഞ്ഞിട്ട് പറയാം. ഇനി കൺസിഡർ ദ കോൺ എസ് സി. ഇനി കുറച്ച് ശ്രദ്ധിക്കാണ്ട്, കുറച്ചൊരു പറഞ്ഞുള്ള ഭാഗമാണ്. അപ്പോൾ കൺസിഡർ ദ കോൺ എസ് സി വിത്ത് വെർട്ടെക്സ് x1. അപ്പോൾ ആ ഒരു കോൺ, അപ്പോൾ ഒരു വെർട്ടെക്സ് എന്തായാലും ഉണ്ടല്ലോ, ആ വെർട്ടെക്സ് ഉള്ള കോൺ ഉണ്ടാവില്ലേ, ആ കോണാണ് എസ് സി എന്ന് വിചാരിക്കുക. അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹൈപ്പർ പ്ലെയിൻസ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് x1. അതായത് x1ൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസ് ആണ് നമ്മൾ ഓരോ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ,
ആ കൺസ്ട്രെയിൻസ് കൂടി പോയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു കോണാണ് എസ് സി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റീജിയൻ എസ് എഫ് എന്ന് പറയുന്നത് നമ്മളെ എസ് എഫ്, അതായത് നമുക്കറിയാലോ നമ്മളെ ഫീസിബിൾ സൊല്യൂഷൻ്റെ സെറ്റ് എന്ന് പറയുന്നത് സപ്പോസ് എ x1 x2 x3 c ഇങ്ങനെ പോവുകയാണ്. ബൗണ്ടഡ് ബിലോ ആണ്, ബട്ട് ബൗണ്ടഡ് എബോവ് അല്ല, അൺബൗണ്ടഡ് ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഇതിൽ x1 എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെർട്ടെക്സ് ഉണ്ട് എന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ഈ വെർട്ടെക്സ് ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷേ നമ്മളൊരു അസംഷനിൽ കുറേ വെർട്ടെക്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഇവിടെ ഇങ്ങനെ x1ലേക്ക് പോയിട്ട് നേരെ ഇങ്ങനെ പോവാം. ഒരു വെർട്ടെക്സ് ഉള്ളെങ്കിൽ അങ്ങനെയും പോവാം, കുറേ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയും പോകും. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വെർട്ടെക്സ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ ഒരു കോണ്. അപ്പോൾ നമുക്കൊരു കോൺ എന്തായാലും ഉണ്ടാവുമല്ലോ, ആ കോണ് കൺസിഡർ ചെയ്യാം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്കിവിടെ പറയാനുള്ളത്, അപ്പോൾ എസ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് സി. അപ്പോൾ ഇവിടെ എസ് സിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എസ് എഫ്. കാരണം ആ കോണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത്, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളെ ഞാൻ ഈ അടുത്ത ഫിഗർ എടുക്കുമ്പോൾ കാണിച്ചു തരാം. എസ് എഫ് എന്തായാലും സബ്സെറ്റ് ഓഫ് എസ് സി, എസ് സിൻ്റെ ഉള്ളിലായിരിക്കും എസ് എഫ് കിടക്കുക. കാരണം ജസ്റ്റ് ഒരു കോണ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെയും ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എസ് എഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സബ്സെറ്റ് ഓഫ് എസ് സി ആയിരിക്കും. ഇനി ദ എഡ്ജസ് ഓഫ് എസ് സി ആർ ആൾസോ ഹോളി ഓർ പാർട്ട്ലി എഡ്ജസ് ഓഫ് എസ് എഫ് ഇൻ ദ ഫോളോയിങ് സെൻസ്. അതായത് എസ് എഫ് എന്ന് പറയുന്നത് എസ് സിൻ്റെ ഒരു സബ്സെറ്റാണ്. ഈ എസ് സിൻ്റെ എഡ്ജസുകൾ ഉണ്ടാവുമല്ലോ, എസ് സിൻ്റെ എഡ്ജസ് ചിലപ്പോൾ എസ് എഫിൻ്റെയും ഫുള്ളി എസ് എഫിൻ്റെ എഡ്ജസും ആവാം, അല്ലെങ്കിൽ എസ് എഫിൻ്റെ പാർട്ട്ലി, അതായത് എസ് എഫിൻ്റെ എഡ്ജിൻ്റെ ഒരു ഭാഗമാവാം. അത് നോക്കാം, ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുക, ഇതാണ് നമ്മൾ എ മുതൽ ഇങ്ങനെ ബി ഇങ്ങനെ പോണതാണ് നമ്മളെ എസ് സി എന്ന് പറയുന്നത്. AX1B ഇങ്ങനെ പോണ ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, എസ് സി എന്ന് പറയുന്നത്. ഇനി ഈ എസ് സിൻ്റെ ഒരു എഡ്ജാണ് AX1 എന്ന് പറയുന്ന എഡ്ജ്. ഇത് എസ് എഫിൻ്റെയും ഒരു എഡ്ജാണ് AX1 എന്ന് പറഞ്ഞ എഡ്ജ്. അപ്പോൾ അത് രണ്ടിൻ്റെയും എഡ്ജാണ്. അപ്പോൾ അത് ഫുള്ളായിട്ടും ഹോളി ആ എഡ്ജ് എസ് എഫിലുണ്ട്, എസ് സിയിലുണ്ട്. ഇനി നമ്മൾ X1B എന്ന് പറഞ്ഞ എഡ്ജ് നോക്കുക, അതിൻ്റെ ഫുൾ ഭാഗമല്ല, കാരണം ഇവിടുന്ന് ഇതുവരെ വന്നിട്ട് പിന്നെ എസ് എഫ് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ എഡ്ജിൻ്റെ ഒരു ഭാഗം, ഒരു പാർട്ട്ലി, ഒരു പോർഷനേ ഉള്ളൂ എവിടെ, എസ് സിയിലുള്ളൂ, സോറി എസ് എഫിലുള്ളൂ. അപ്പോൾ ചില എഡ്ജ് ഫുള്ളായിട്ടുണ്ടാവാം, ചില എഡ്ജ് എന്താവണമെന്നില്ല, ഫുള്ളായിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി പറയുന്നത് വെച്ചാൽ, ഇഫ് വൈ ഇസ് എ ഫിക്സഡ് പോയിന്റ് അതർ ദാൻ x1 അല്ലാത്തൊരു ഫിക്സഡ് പോയിൻ്റാണ് വൈ ഓൺ ആൻ എഡ്ജ് ഓഫ് എസ് സി. എസ് സി എന്ന് പറഞ്ഞ എഡ്ജിലെ ഒരു ഫിക്സഡ് പോയിൻ്റ്, എസ്സിൻ്റെ ഒരു എഡ്ജിലെ ഫിക്സഡ് പോയിൻ്റാണ് വൈ. അങ്ങനെയാണെങ്കിൽ ദെൻ എനി പോയിൻ്റ് ഓൺ ദ എഡ്ജ് ഈസ് x ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ വൈ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പറയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ലൈനൊക്കെ പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പോയിൻറ്റും ഇവിടെ ഒരു പോയിൻറ്റും ഉണ്ട് വിചാരിക്കുക, ഇത് x1 x2. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പോയിൻറ്റിന് നമുക്ക് 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 എന്ന് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി നമുക്കല്ല ഇങ്ങനെ ഒരു പോയിൻറ്റ്, സോറി, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈനാണ് ഇങ്ങനെ പോവുകയാണ് ഒരു ലൈന്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻ്റ് നമുക്കറിയാം, ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഫിക്സഡ് പോയിൻറ്റും അറിയാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിലെ മൊത്തം പോയിൻറ്റിനെ നമുക്ക് ഈ x1ൻ്റെയും വൈൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അവിടെ നമ്മൾ എന്താ എടുക്കുക, ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനല്ല, ലാംഡ ഈസ് പോസിറ്റീവ്, അത്ര മാത്രമേ അവിടെ റെസ്ട്രിക്ഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്താൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിനെയും ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക, അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ പറയുന്നത്, അപ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജിലെ എല്ലാ പോയിൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, x1ൻ്റെയും പിന്നെ ഒരു ഫിക്സഡ് പോയിൻറ്റ് വൈ എന്ന് പറഞ്ഞാൽ എഡ്ജിലെ ഒരു ഫിക്സഡ് പോയിൻ്റാണ്, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ എഡ്ജിലെ എല്ലാ പോയിൻ്റായി. അപ്പോൾ ഈ എക്സ് ഈസ് ഇൻ എസ് എഫ് ഫോർ ഓൾ ലാംഡ ഗ്രേറ്റർ ദാൻ 0. ഏത് ലാംഡ എടുക്കുമ്പോഴും ഈ ഒരു എക്സ് എസ് എഫിലുണ്ട് വിചാരിക്കുക. ഇതിപ്പോൾ എസ് സിൻ്റെ എഡ്ജത്തെ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ എസ് സിയിലെ ഇതിൽ ഏത് എക്സ് എടുത്താലും, ഏത് ലാംഡക്കുള്ള ഏത് എക്സ് എടുത്താലും എസ് എഫിലുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, എസ് സിൻ്റെ ആ എഡ്ജ് മൊത്തം എസ് എഫിലുണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം എസ് സിയിലെ ആ എഡ്ജിലെ എല്ലാ പോയിൻറ്റ്സും എസ് എഫിലുണ്ടെങ്കിൽ ആ എഡ്ജ് കംപ്ലീറ്റ് ഇതിലുണ്ട് എന്ന് പറയാം. ജസ്റ്റ് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നുള്ളൂ. പിന്നെ അതുപോലെ എക്സ് ഇപ്പോൾ അപ്പോൾ അതാണ് ഈ AX1 എന്ന് പറഞ്ഞ എഡ്ജ് നോക്കുക. ഈ AX1 എന്ന് പറഞ്ഞ എഡ്ജിൽ അങ്ങനെയാണ്. കാരണം ഈ AX1 എന്ന് പറഞ്ഞ എഡ്ജിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും അത് എസ് സിയിലെ എഡ്ജ്, കാരണം AX1 എന്ന് പറഞ്ഞാൽ രണ്ടിലെ എഡ്ജാണ്. അതുകൊണ്ട് തന്നെ ഈ AX1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഫുള്ളായിട്ട് നമ്മളെ എസ് എഫിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു,
നമ്മൾ കഴിഞ്ഞ പേജിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ വൈ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലാംഡ വരെ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ നോട്ട് അതുവരെ ഉള്ളൂ എക്സ് എസ് എഫിൽ വിചാരിക്കുക. അതുവരെയുള്ള എക്സുകളെ എസ് എഫിലുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് കുറച്ച് എക്സുകളേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ലാംഡ വരെയുള്ള എക്സുകൾ മാത്രമേ എസ് എഫിലുള്ളൂ എന്ന് വിചാരിക്കുക. ബാക്കിയുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് എസ് എഫിൽ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എഡ്ജ് എങ്ങനെയായിരിക്കും? പാർട്ട്ലി ആണ് എവിടെ ഉണ്ടാവുക? നമ്മളെ എസ് സിയിൽ ഉണ്ടാവുള്ളൂ. ദെൻ ദ എഡ്ജ് ഓഫ് എസ് സി ഈസ് പാർട്ട്ലി ആൻ എഡ്ജ് ഓഫ് എക്സ് എഫിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ എഡ്ജിന് എക്സാമ്പിളാണ് നമ്മളെ x1b എന്ന് പറഞ്ഞ എഡ്ജ്. ഈ x1b എന്ന് പറഞ്ഞത് എസ് സിൻ്റെ ഒരു എഡ്ജാണ്. അതിൽ x1 മുതൽ x2 വരെയുള്ള പോയിൻറ്റ്സ് മാത്രമേ എവിടെ കിടക്കണുള്ളൂ? എസ് എഫിൽ കിടക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എഡ്ജ് പാർട്ട്ലി എവിടെ ഉള്ളൂ? എവിടെ? എസ് എഫിൽ പാർട്ട്ലി ആയിട്ട് അവിടെ ആ എഡ്ജ് ഉള്ളൂ. അപ്പം ഇനി അറ്റ് ദ പോയിൻ്റ് x2 എന്ന് പറയണത് ഒരു പോയിൻ്റാണ്. അവിടെ എങ്ങനെയാണ് അത് ആ x2നെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് y എന്ന് പറയണത് ഒരു എഡ്ജിലെ ആർബിട്രറി പോയിൻ്റാണ്. അപ്പോൾ അതിനെ x1ൻ്റെയും അതായത് ഇപ്പോൾ ഈ ഇവിടെ ലാംഡ നോട്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ലാംഡ നോട്ട് വരെയുള്ള പോയിൻറ്റ്സിലെ എസ് എഫിലുള്ളൂ. അതപ്പോൾ നമ്മളിങ്ങനെ ഓരോ ലാംഡ ഇങ്ങനെ എടുത്തെടുത്ത് പോയിട്ട് ഇവിടെ വരുമ്പോൾ ലാംഡ നോട്ട് വന്നു. ആ ലാംഡ നോട്ടിൽ ഉള്ള പോയിൻ്റ് നമുക്ക് എന്തെങ്കിലും എസ് എഫിലുണ്ട്. ലാംഡ നോട്ട് കഴിഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് എവിടെ ഇല്ല? എസ് എഫിലില്ല. അപ്പോൾ നമ്മൾ ഈ ലാംഡ നോട്ടിൻ്റെ അവിടെ നമുക്ക് എന്ത് വരും? ഒരു വർട്ടെക്സ് വരും. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ നേരെ പോകണില്ലല്ലോ. അപ്പോൾ ഒരു വളവ് എന്തായാലും വരും അവിടെ. അപ്പോൾ അവിടെ നമുക്കൊരു ആ ലാംഡ അപ്പോൾ അതായത് ആ പോയിന്റിനെ നമ്മൾ x2 എന്ന് കൊടുക്കുക. അപ്പോൾ x2 എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ നോട്ട്, അതായത് ലാംഡ നോട്ട് ആകുമ്പോഴുള്ള പോയിന്റ് 1 മൈനസ് ലാംഡ നോട്ട് x1 പ്ലസ് ലാംഡ നോട്ട് y. അപ്പോൾ ആ പോയിന്റ് ഈസ് ദ അതർ എക്സ്ട്രിമിറ്റി ഓഫ് ദ എഡ്ജ് ഓഫ് എസ് എഫ്. അപ്പോൾ എസ് എഫിൻ്റെ എഡ്ജിൻ്റെ അതർ എക്സ്ട്രിമിറ്റി എന്ന് പറഞ്ഞാൽ അതർ വർട്ടെക്സ് ആയിട്ട് മാറും അല്ലേ? കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് പോകണില്ലല്ലോ, ഈ എഡ്ജിലില്ല, പിന്നെ ഇങ്ങോട്ട് തിരിയണം എന്തായാലും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അതർ എക്സ്ട്രിമിറ്റി ആയിട്ട് മാറും. ഫസ്റ്റ് എക്സ്ട്രിമിറ്റി നമുക്ക് എന്തായിരുന്നു? x1. അപ്പോൾ x2 ഈസ് ആൾസോ എ വർട്ടെക്സ് ഓഫ് എസ് എഫ്. അപ്പോൾ ദസ് മൂവിങ് അലോങ് എനി എഡ്ജ് ഓഫ് ദ കോൺ എസ് സി. അപ്പോൾ നമ്മൾ എസ് സി എന്ന് പറയുന്ന ആ ഒരു കോണിൻ്റെ ഏതൊരു എഡ്ജിലൂടെ പോകുമ്പോഴും ഫ്രം ദ വെർട്ടെക്സ് x1 എന്ന് പറഞ്ഞ വെർട്ടെക്സ് എന്ന് നമുക്ക് പോകുമ്പോൾ ഏതർ വി ഷോൾ അറൈവ് അറ്റ് അനദർ വെർട്ടെക്സ് ഓർ എസ് എഫ് ഓർ നോട്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോയി അൺലിമിറ്റഡ് ആയിട്ട് അങ്ങനെ പോകും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിട്ട് ഒരു വെർട്ടെക്സിലൂടെ എത്തും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് എത്തണില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനൊരു അൺബൗണ്ടഡ് എഡ്ജ് ആയിരിക്കും എന്ന് പറയാം. ഈ എഡ്ജ് അൺബൗണ്ടഡ് ആയിരിക്കും. എങ്ങനെ പോവുകയാണ്, അപ്പോൾ ബൗണ്ടഡ് ഒന്നുമില്ല. ഇവിടെ ആകുമ്പോൾ നമുക്കൊരു ബൗണ്ടഡ്നെസ് കിട്ടും, അതർ വെർട്ടെക്സിൽ കിട്ടും. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളായിട്ട് നമ്മൾ ചെയ്തു വെക്കുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി എഫ് ഓഫ് x1 കൺസിഡർ ചെയ്യാം, അതായത് ആ വെർട്ടെക്സിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് രണ്ട് കേസുകൾ അറൈവ് ചെയ്യും. അതായത് ഈ x1 നിന്ന് ഇങ്ങനെ പോകുമ്പോൾ എന്താവാം? ഫോർ എവറി എക്സ് ഓൺ എനി ഓഫ് ദ എഡ്ജ് ഓഫ് എസ് സി എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു x1 ഇപ്പോൾ ഒരു എഡ്ജ് എടുക്കുക വിചാരിച്ചോ. ആ എഡ്ജിൽ നമുക്ക് x1 ഓൾറെഡി ഉണ്ട്. x1 പാസ് ചെയ്യുന്ന എഡ്ജാണ് നമ്മൾ എടുക്കുന്നത്. x1 ഉണ്ട്. x1 കഴിഞ്ഞിട്ട് നമ്മളൊരു ആ എഡ്ജിലെ മറ്റൊരു പോയിൻ്റാണ് y. അപ്പോൾ ഈ x1ൻ്റെയും y-ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് മറ്റുള്ള പോയിൻറ്റ്സിനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എഡ്ജിലെ ഏതൊരു എസ് സിൻ്റെ ഒരു എഡ്ജ് എടുക്കുക. ഫോർ എവറി എക്സ് ഓൺ എനി ഓഫ് ദ എഡ്ജ് ഓഫ് എസ് സിൻ്റെ ഏതൊരു എഡ്ജ് എടുത്താലും ആ എഡ്ജിലെ ഏതൊരു പോയിന്റിനെ എക്സിനെ നമുക്ക് 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ വൈ x1ൻ്റെയും y-ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. ലാംഡ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ x1 y ഫിക്സഡ് പോയിൻ്റാണ്. അപ്പോൾ എഫ് ഓഫ് x1 എഫ് ഓഫ് y എന്ന് പറയുന്നത് ഫിക്സഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൽ മാറ്റം വരിക, ഈ ലാംഡ വാരി ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൽ മാറ്റം വരും. അപ്പോൾ ലാംഡ വാരി ചെയ്യുമ്പോൾ അപ്പോൾ ലാംഡ മാത്രമേ വാരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് കുറയേ അല്ലെങ്കിൽ കൂടുകയെ ചെയ്യുള്ളൂ ചെയ്യുക. അതിലേതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. കാരണം ഈ എഫ് ഓഫ് x1ഉം y-യും ഫിക്സഡ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഇപ്പോൾ x1-ൽ ഫംഗ്ഷൻ ഒരു വാല്യൂ ഉണ്ടാവും, പിന്നെ y-യിലും ഫംഗ്ഷൻ ഒരു വാല്യൂ ഉണ്ടാവും, ഫിക്സഡ് വാല്യൂ. അപ്പോൾ ബാക്കിയുള്ള വാല്യൂസിനൊക്കെ ഈ ലാംഡയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഈ ലൈനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒന്നെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞു വരും, അല്ലെങ്കിൽ കൂടി വരും. അതാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സപ്പോസ് ഫോർ എവറി എക്സ് ഓൺ എനി ഓഫ് ദ എഡ്ജ് ഓഫ് എസ് സി നമ്മൾ വിചാരിക്കുന്നത് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് ഇതിങ്ങനെ
ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വരികയാണെന്നാണ് വിചാരിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് എഫ് ഓഫ് എക്സ് അവർക്ക് കൂടുന്നില്ലെങ്കിലും ഒരേപോലെ നിൽക്കുക. ഇൻ അതർ വേർഡ്സ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ഡിക്രീസ് ആസ് ലാംഡ ഇൻക്രീസസ് വേർ എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ എക്സ് 1 പ്ലസ് ലാംഡ വൈ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് വൈ ഈസ് എനി ഫിക്സഡ് പോയിന്റ് ഓൺ എനി ഓഫ് ദ എഡ്ജസ്. ഏതെങ്കിലും എഡ്ജസിലുള്ള ഒരു ഫിക്സഡ് നമ്മൾ എടുക്കുന്ന എഡ്ജിലുള്ള ഫിക്സഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യണില്ല. എന്തായാലും എഫ് ഓഫ് എക്സ് 1 നിന്ന് ഇങ്ങനെ ഡസ് നോട്ട് ഡിക്രീസ് എന്നാണ്. എഫ് ഓഫ് എക്സ് 1 ലെസ് ദാൻ ഒരു അതായത് എഫ് ഓഫ് എക്സ് 1 എന്താ പറയുക എഫ് ഓഫ് എക്സ് 1 ചെറുത് പിന്നെ ഇങ്ങനെ കൂടെ അല്ലെങ്കിൽ അതുപോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പോൾ അത് എക്സ് 1 ഒരു കേസ്, ആ എഡ്ജിലൊരു കേസ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ് 1 ആ എഡ്ജുമാണ് ഇപ്പം നമ്മളെ മനസ്സിലുള്ളൂ. ഇനി നമ്മൾ എന്തെടുക്കാമെന്നറിയോ, ലെറ്റ് എക്സ് നോട്ട് ഇൻ എസ് സി ബി എ പോയിൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം എക്സ് 1 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് മിനിമം ഫോർ ഓൾ എക്സ് ഇൻ എസ് സി. അതായത് എസ് സിയിലെ എന്താ പറയുക എസ് സിയിലെ മിനിമം പോയിൻ്റാണ് എക്സ് നോട്ട്. എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സ് 1 അല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. എക്സ് നോട്ട് എന്ന് പറയുന്നത് മിനിമം പോയിൻ്റാണ് എഫ് ഓഫ് എക്സിൻ്റെ ഇൻ എസ് സിയിലുള്ള, എസ് എഫിലല്ല കേട്ടോ, എസ് സിയിലുള്ളതാണ്. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് എ ഹൈപ്പർ പ്ലെയിൻ കണ്ടെയ്നിങ് എക്സ് നോട്ട് ഇൻ്റർസെക്റ്റിംഗ് ഓൾ ദ എഡ്ജസ് ഓഫ് എസ് സി ആൻഡ് ദെർബൈ പ്രൊഡ്യൂസിങ് എ ബൗണ്ടഡ് പോളിടോപ്പ് എസ് പി സബ്സെറ്റ് ഓഫ് എസ് സി. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോളിടോപ്പ് പറഞ്ഞാൽ ഒന്നുമില്ല, ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റിനെയാണ് പോളിടോപ്പ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര ആലോചിക്കുക. അതായത് ഈ ഫിഗർ നോക്കിയാൽ എന്താ വെച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ എസ് പി എന്ന് പറയുന്നത് നോക്കുക. അതായത് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എസ് എഫിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു പോയിൻ്റാണ്. എസ് എഫ് എന്ന് പറഞ്ഞാൽ എസ് സിയിൽ അപ്പോൾ എസ് സി എന്ന് പറഞ്ഞാൽ എ എക്സ് 1 ബി ഈ ഭാഗമുള്ളതാണ് എസ് സി എന്ന് പറഞ്ഞാൽ ഈ എക്സിൽ ഒരു പോയിൻ്റാണ് എക്സ് നോട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ, എസ് പി എന്ന് പറയുന്നത് എക്സ് 1 പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ക്ലോസർ ആയിട്ട് എടുക്കുക. ഇതിങ്ങനെ പോയിട്ട് അതായത് ഈ എക്സ് നോട്ട് എന്ത് ചെയ്യുന്നറിയോ, എക്സ് നോട്ടിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ എസ് എഫിൻ്റെ എസ് സിൻ്റെ എഡ്ജസിൽ ടച്ച് ചെയ്യും. അതായത് എക്സ് നോട്ടിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ എവിടെ കിടക്കുകയാണെങ്കിലും ഇത് 2 എഡ്ജസ് ഇങ്ങനെ പോവുമല്ലേ. അപ്പോൾ നമ്മൾ എവിടെ പോയിൻ്റ് എടുത്താലും നമ്മൾ അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എസ് സിൻ്റെ എഡ്ജസിലൂടെ ടച്ച് ചെയ്യും. അപ്പോൾ എസ് സിൻ്റെ എഡ്ജസിലൂടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൻ കിട്ടും. അതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പോയിൻ്റാണ് വിചാരിക്കുക. ഈ എക്സ് നോട്ടിലൂടെ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ എഡ്ജിലും ടച്ച് ചെയ്യുന്നുണ്ട്, ഈ ഈ ബിയിലൂടെ കടന്നു പോകുന്ന ഈ എഡ്ജിലും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബൗണ്ടറി ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു റീജിയൻ, അല്ലെങ്കിൽ നമുക്കൊരു എസ് സിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ റീജിയൻ കിട്ടും. അത് എസ് എഫിൽ എന്തായിട്ടും ഇങ്ങനെ പോയിട്ട് ഒരു പോളിഗണായിട്ട് മാറും. അങ്ങനെ നമുക്കൊരു ബൗണ്ടഡ്, അതായത് എക്സ് നോട്ടിലൂടെ പോകുന്ന ഒരു എന്താ പറയുക ഒരു ബൗണ്ടഡ് പോളിടോപ്പ് കിട്ടും. അതിനെ നമ്മൾ എസ് പി, അതായത് കോൺവെക്സ് ക്ലോസ്ഡ് സെറ്റ് കിട്ടും. അതാണ് എസ് പി. അതെന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, എസ് സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ് നോട്ടിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ദ വെർട്ടീസസ് ഓഫ് എസ് പി ആർ കണ്ടെയ്ൻഡ് ഇൻ ദ എഡ്ജസ് ഓഫ് എസ് സി. ഈ എസ് പിൻ്റെ ഇത് കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടാവും, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു വെർട്ടെക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എഡ്ജസ് ഓഫ് എസ് സി ആണ്. ഈ എസ് സിൻ്റെ എഡ്ജസിലായിരിക്കും ഈ നമ്മളെ എസ് പിൻ്റെ വെർട്ടെക്സുകൾ കിടക്കുക. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അസംഷൻ പ്രകാരം എന്തുണ്ട്, ഫ്രം കേസ് 1 ഫസ്റ്റ് കേസിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ എസ് പി എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടഡ് സെറ്റാണെന്ന് കിട്ടിയിട്ടുണ്ട്, ബൗണ്ടഡ് കോൺവെക്സ് സെറ്റാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞത്, ബൗണ്ടഡ് ആവുന്ന സമയത്ത് മിനിമം ഉണ്ടാവും ഒരു വെർട്ടെക്സിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് മിനിമം ഇൻ ദ ബൗണ്ടഡ് പോളിടോപ്പ് എസ് പി അറ്റ് 1 ഓഫ് ദ വെർട്ടിസസ് ഓഫ് എസ് പി. എസ് പിൻ്റെ ഒരു വെർട്ടെക്സ്, കാരണം എസ് പി ബൗണ്ടഡ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിന് എസ് പിയിൽ എന്തുണ്ടാവും, ഒരു മിനിമം ഉണ്ടാവും. അത് നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, ബൗണ്ടഡ് ആണെങ്കിൽ മിനിമം വെർട്ടെക്സിൽ ഉണ്ടാവും എന്നുള്ളത്. അത് വെർട്ടെക്സിലാക്കി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു. അപ്പോൾ ആ വെർട്ടെക്സ് എസ് പിൻ്റെ ആ വെർട്ടെക്സാണ് എസ് വി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എടുത്തു, ഈ വെർട്ടെക്സിന് നമ്മൾ എക്സ് വി എന്ന് കൊടുത്തു. അപ്പോൾ ആ വെർട്ടെക്സാണ് എക്സ് വി. അപ്പോൾ എക്സ് വിയിലാണ് ഇപ്പോൾ എസ് പിയിൽ മിനിമം ഉണ്ടാവുക. ഇനി എക്സ് നോട്ട് എന്ന് പറയുന്നതും എസ് പിയിലുള്ള പോയിൻ്റ്, കാരണം എസ് പിയിലൂടെ പാസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എസ് പിയിലെ പോയിൻ്റാണ് എക്സ് നോട്ട്. മിനിമം എന്ന് പറയുന്നത് എന്താണ്, പിന്നെ എക്സ് നോട്ട് ശരിക്കും എസ് സിയിലെ തന്നെ മിനിമമാണ് എക്സ് നോട്ട്. ഈ എക്സ് വി എന്ന് പറയുന്നതും എസ് സിയിലെ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി എന്ന് എഴുതാം. അതുപോലെ എസ് പിയിലെ എന്താ പറയുക, എക്സ് നോട്ട് എവിടെ ഉണ്ട്, എസ് പിയിലും ഉണ്ട്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ 2 കാര്യം ഉപയോഗിച്ചു.
നമ്മൾ ഫസ്റ്റ് അസംഷൻ എന്താ വെച്ചാൽ എസ് സിയിൽ എക്സ് നോട്ടാണ് മിനിമം. അപ്പോൾ ഈ എക്സ് വി എന്ന് പറയുന്നത് എക്സ് സിയിലും ഉണ്ട്, കാരണം എസ് പിയിലുണ്ട്. അപ്പോൾ എസ് പി എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് എസ് സി ആണ്, എസ് സിയിലും ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി പ്രകാരം എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി ആയി. പിന്നെ ആൾസോ എക്സ് വി എന്ന് പറയുന്നത് എന്താണ്, എസ് പിയിലെ മിനിമമാണ്. എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എസ് പിയിലും ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ടും ആവും ഫോർ എഫ് ഓഫ് എക്സ് വി ഇസ് മിനിമം ഇൻ എസ് പി. കാരണം ഈ രണ്ട് കണ്ടീഷനും, കാരണം എക്സ് വിയും എക്സ് നോട്ടും മിനിമംസ് ആണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് എസ് സിയിലെ മിനിമമാണ്, എക്സ് വി എന്ന് പറയുന്നത് എസ് പിയിലെ മിനിമമാണ്. പക്ഷേ ഈ എക്സ് നോട്ടും എസ് വിയും എസ് പിയിലും ഉണ്ട്, എസ് സിയിലും ഉണ്ട്. അപ്പോൾ ആ രണ്ട് കണ്ടീഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് ഈ ഒരു രണ്ട് കണ്ടീഷൻസ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി എന്ന് കിട്ടും. അപ്പോൾ ആ രണ്ട് മിനിമം ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമ്മളിപ്പോൾ എന്താണ് എടുത്തത്, ഈ എഫ് ഓഫ് എക്സ് വി എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജിലുള്ള പോയിൻ്റാണ് അല്ലേ. ഈ എഡ്ജിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അസംഷൻ പ്രകാരം പറഞ്ഞത് എന്താണ്, എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമ്മൾ അസ്യൂം ചെയ്തു. ആ എഡ്ജിലെ ഏതൊരു പോയിന്റ് എടുക്കുമ്പോഴും അവിടെ എഫ് ഓഫ് എക്സ് വൺ ആക്കരം ചെറുത്. അപ്പോൾ ഈ എക്സ് വണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഈ എഡ്ജിലാണ് ഇപ്പോൾ എക്സ് വി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നമ്മളെ ഫസ്റ്റ് എ പ്രകാരം, എ എന്ന് പറയുന്നത് അസംഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി എന്നും പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ബട്ട് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി ബിക്കോസ് എക്സ് വി ഈസ് ഓൺ ആൻ എഡ്ജ് ഓഫ് എസ് സി. എസ് സിൻ്റെ ഒരു എഡ്ജിലായതുകൊണ്ട് നമ്മൾ അസംഷൻ പ്രകാരം എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി ആയിരിക്കും. അപ്പോൾ ആൾസോ എഫ് ഓഫ് എക്സ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ. കാരണം എന്താ, എക്സ് വണ്ണും എസ് വി എന്താണ് മിനിമം, എസ് പിയിലെ മിനിമം എഫ് ഓഫ് എക്സ് വി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എക്സ് വണ്ണും എവിടെ ഉണ്ട്, എസ് പിയിലുണ്ട്. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ വെച്ചിട്ട് എഫ് ഓഫ് എക്സ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും പറഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് വി ഈക്വൽ ആണ്. മോർ ഓവർ അത് എന്തിനോട് ഈക്വൽ ആണ്, എഫ് ഓഫ് എക്സ് നോട്ടിനോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ എന്താ കിട്ടിയത്, വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് എക്സ് വൺ. അപ്പോൾ നമ്മൾ എടുത്ത ഫസ്റ്റ് ഒരു എക്സ് വൺ എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുത്തു, അവിടെയാണ് നമുക്ക് മിനിമം കിട്ടിയത് ഇൻ എസ് സിയിൽ. എസ് കാരണം അല്ലേ എഫ് ഓഫ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എക്സ് വൺ തുടങ്ങി, പിന്നെ നമ്മൾ പറഞ്ഞു എക്സ് നോട്ടിലാണ് എസ് സിയിലുള്ള ഫംഗ്ഷനെ മിനിമം എന്ന് എടുത്തു. അപ്പോൾ അത് എക്സ് വണ്ണിലുള്ള എക്സ് വൺ എഫ് ഓഫ് എക്സ് നോട്ടും എഫ് ഓഫ് എക്സ് വണ്ണും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തും കൂടി പറയാം, എസ് സിയിൽ എക്സ് വണ്ണിൽ എഫ് ഓഫ് എക്സിൻ്റെ മിനിമം നടക്കുന്നത് എക്സ് വണ്ണിലാണെന്നും നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇനി എസ് എഫ് എന്ന് പറയുന്നത് എസ് സിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ എസ് സിയിൽ തന്നെ മിനിമം എക്സ് വണ്ണിലാണെങ്കിൽ എസ് എഫിലും മിനിമം എവിടെ ഉണ്ടാവുക, എക്സ് വണ്ണിൽ ഉണ്ടാവുക. കാരണം എക്സ് വൺ എന്ന് പറയുന്നത് എസ് എഫിൽ ഒരു പോയിൻറ്റുമാണ്. എസ് എഫ് എന്ന് പറഞ്ഞാൽ എസ് സിൻ്റെ സബ്സെറ്റാണ്. വലിയ സെറ്റിലെ മിനിമം തന്നെയല്ലേ, ചെറിയ സെറ്റിലെ മിനിമം തന്നെയല്ലേ ആയിരിക്കും, കാരണം അതിലെ പോയിൻറ്റും കൂടിയാണ് എക്സ് വണ്ണ്. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ആൾസോ എ മിനിമം അറ്റ് എക്സ് വൺ എ വെർട്ടെക്സ് ഓഫ് എസ് എഫ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്തെന്നെ കിട്ടുന്നുണ്ട്, എസ് എഫിൻ്റെ ഒരു വെർട്ടെക്സിൽ മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തത് ഏത് എഡ്ജിലൂടെ പോകുമ്പോഴും എഫ് ഓഫ് എക്സ് വൺ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ പോവുക. ആ ഒരു അസംഷൻ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള കണ്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുക ചില എഡ്ജുകളിൽ എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു കണ്ടീഷനല്ല, ചില എഡ്ജിൽ കോൺവേഴ്സ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എലോങ് സം എഡ്ജ് ഓഫ് എസ് സി എഫ് ഓഫ് എക്സ് ഡിക്രീസസ് ആസ് ലാംഡ ഇൻക്രീസസ്, അങ്ങനെയെന്ന് വിചാരിക്കാം. ഇഫ് ദിസ് എഡ്ജ് ഈസ് ഹോളി എഡ്ജ് ഓഫ് എസ് എഫ്, അപ്പോൾ ആ എഡ്ജ് എന്താവാം, ഒന്നെങ്കിൽ എസ് എഫിൻ്റെ എഡ്ജാവാം, മൊത്തത്തിലൊരു എഡ്ജാവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഒന്നെങ്കിൽ ആ എഡ്ജ് എന്താവാം മൊത്തത്തിൽ എസ് എഫിൻ്റെ എഡ്ജാവാം, അല്ലെങ്കിൽ പാർട്ട്ലി ആവാം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എഡ്ജാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഈ മൊത്തത്തിൽ എഡ്ജാണ് വിചാരിക്കുക. അപ്പോൾ ഈ എഡ്ജ് കൂടി ഇങ്ങനെ പോകുമ്പോൾ അത് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തുണ്ടാവില്ല, ഒരു ലിമിറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്താ കിട്ടുക, അൺബൗണ്ടഡ് മിനിമമാണ് കിട്ടുക. അതങ്ങനെ കുറഞ്ഞ് പോവുക ചെയ്യുക. അപ്പോൾ നമുക്ക് ആ എഡ്ജിൽ എന്ത് കിട്ടും, അൺബൗണ്ടഡ് മിനിമമാണ് നമുക്ക് എഫ് ഓഫ് എക്സിന് ഉണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു ചിലപ്പോൾ എന്താവാം, ആ എഡ്ജ് പാർട്ട്ലി എന്താവാം എസ് എഫിൻ്റെ എഡ്ജാവാം. അങ്ങനെ പോയാൽ നമുക്ക് എന്താ കിട്ടുക, ഒരു വെർട്ടെക്സ് ആണ് കിട്ടുക. അപ്പോൾ ഇഫ് ദ എഡ്ജ് ഈസ് പാർട്ട്ലി ഇൻ എസ് എഫ് ദെൻ ഫോർ ലാംഡ ഈക്വൽ ടു ലാംഡ നോട്ട് വി അറൈവ് അറ്റ് അനദർ വെർട്ടെക്സ് എക്സ് ടു ഓഫ് എസ് എഫ് വിത്ത് എഫ് ഓഫ് എക്സ് ടു ലെസ് ദാൻ എഫ് ഓഫ് എക്സ് വൺ. കാരണം ഇത് നമ്മൾ ആ എഡ്ജ് എടുക്കുമ്പോൾ അവിടെ കുറഞ്ഞ് വരികയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ ഈ എഡ്ജ് പാർട്ടിലി ആണ് എസ് എഫിലുള്ളത്, എസ് എഫിലെങ്കിൽ നമ്മൾ അറൈവ് ചെയ്യണത് ഒരു വെർട്ടെക്സിലാക്കണമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വണ്ണിൽ നിന്ന് ഇങ്ങനെ പോയി എഫ് ഓഫ് എക്സ് ടൂലെത്തും. അപ്പോൾ എഫ് ഓഫ് എക്സ് ടൂലാക്കണം ഏറ്റവും കുറവ് വരിക, ഏറ്റവും കുറവെന്നല്ല ആ എഡ്ജിൽ ഏറ്റവും കുറവ് എഫ് ഓഫ് എക്സ് ടൂലാണ് വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് ടു ലെസ് ദാൻ എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും. അപ്പോൾ വി ക്യാൻ നൗ അപ്ലൈ ദ സെയിം റീസണിങ് ടു എക്സ് ടു വിച്ച് ഹാവ് ബീൻ അപ്ലൈയിങ് ടു എക്സ് വൺ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ടു ഇപ്പോൾ നമ്മൾ എക്സ് വണ്ണിൽ പറഞ്ഞ പോലെ ഇപ്പോൾ എക്സ് ടു എന്ന് പറയുന്നത് അനദർ വെർട്ടെക്സിലെത്തി. ഇനി എക്സ് വണ്ണിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ് ടുവിൽ ചെയ്യാം.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെയിംലി ദാറ്റ് ഏതർ എഫ് ഓഫ് എക്സ് ടു ഈസ് മിനിമം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇപ്പോൾ നമ്മൾ x1 തുടങ്ങിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് 1 മിനിമം ഉണ്ട്, അല്ലെങ്കിൽ ഒരു അൺബൗണ്ടഡ് മിനിമം കിട്ടും. ഇനി നമ്മൾ ആ വെർട്ടെക്സ് മാറ്റി പിടിച്ച് x2 ആക്കുക. x2 ആക്കുമ്പോൾ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് 2 മിനിമം കിട്ടും, ഓർ എഫ് ഓഫ് എക്സ് ആസ് അൺബൗണ്ടഡ് മിനിമം കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ പോയിട്ട് അനദർ വെർട്ടെക്സിലേക്ക് എത്തും, x3 എത്തും. എന്നിട്ട് നമ്മൾ അതായത് ഇങ്ങനെ നമ്മൾക്കൊരു പോളിഗണിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പോകും. ഇതിപ്പോൾ x1 ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് x2 പിന്നെ ഇങ്ങനെ പോയിട്ട് x3 ഇങ്ങനെ പോയി അങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഒരു കേസിൽ, ചില കേസിൽ നമുക്ക് അൺബൗണ്ടഡ് മിനിമമായിട്ട് നമ്മൾ x1 ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ x2 ചെയ്താൽ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് 2 മിനിമം കിട്ടും, അല്ലെങ്കിൽ അൺബൗണ്ടഡ് മിനിമം. അല്ലെങ്കിൽ നമുക്ക് അനദർ വെർട്ടെക്സ് കിട്ടും x3, അവിടെ മിനിമം അല്ലെങ്കിൽ അൺബൗണ്ടഡ് മിനിമം. അങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ അൺബൗണ്ടഡ് മിനിമം അല്ല എന്ന് കിട്ടും വിചാരിക്കുക. നമുക്കൊരു അൺബൗണ്ടഡ് മിനിമം ഇഫ് എഫ് ഓഫ് എക്സ് ആസ് നോട്ട് ആൻ അൺബൗണ്ടഡ് മിനിമം, അൺബൗണ്ടഡ് മിനിമം അല്ലെങ്കിൽ ശരിക്കും വെർട്ടീസസ് ഓഫ് എ കോൺവെക്സ് സെറ്റ് ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ, സിൻസ് ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് എസ് എഫ് ഈസ് ഫൈനൈറ്റ്, എസ് എഫിൻ്റെ നമ്പർ ഓഫ് വെർട്ടീസസ് ഫൈനൈറ്റ് ആയിരിക്കും. ഇതൊക്കെ പ്രീവിയസ് തിയറം പ്രകാരമാണ്. അതുകൊണ്ട് ഈ ഫൈനൈറ്റ് ആയതുകൊണ്ട്, അപ്പോൾ നമ്മളിങ്ങനെ പോയി ഓരോ വെർട്ടെക്സിൽ ഇങ്ങനെ എത്തല്ലേ, ഇപ്പോൾ ഫൈനൈറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് എത്തുന്ന വെർട്ടെക്സിലായിരിക്കും അപ്പോൾ എന്ത് കിട്ടുക, മിനിമം കിട്ടുക. അൺബൗണ്ടഡ് മിനിമം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയി ലാസ്റ്റ് കിട്ടുന്ന വെർട്ടെക്സിൽ മിനിമം ഉണ്ടാവും. അപ്പോൾ വി ഷോൾ അറൈവ് അറ്റ് സം വെർട്ടെക്സ് ഓഫ് എസ് എഫ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് മിനിമം. അപ്പോൾ ഇതിന് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ മിനിമം നടക്കുന്നത് വെർട്ടെക്സിലായിരിക്കും, അല്ലെങ്കിൽ അൺബൗണ്ടഡ് മിനിമം ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട്, ഈ തിയറം വലിയൊരു തിയറാണ്, നന്നായിട്ട് വായിക്കണം. ഇത് വീണ്ടും പറയാൻ വീഡിയോ ലെങ്ത് കൂടും, അപ്പോൾ നമുക്ക് വീണ്ടും പറയൽ പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് എവിടെയെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതിൽ അടുത്ത് ഈ ഒരു സെക്ഷനിൽ ഒരു തിയറം കൂടിയുണ്ട്, ഇത് വളരെ എളുപ്പമാണ്, അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് മോർ ദാൻ വൺ ഓഫ് ദ വെർട്ടീസസ് ഓഫ് എസ് എഫ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒന്നിൽ കൂടുതൽ വെർട്ടീസസിൽ ഫംഗ്ഷന് മിനിമം ഉണ്ടെങ്കിൽ ആ രണ്ട് വെർട്ടീസസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ മൊത്തം എന്തുണ്ടാവും, മിനിമം ഉണ്ടാവും. ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്നിൽ കൂടുതൽ വെർട്ടീസസ് കെ വെർട്ടീസസ് എടുത്തു, അവിടെയൊക്കെ ഫംഗ്ഷന് മിനിമമാണ്. അപ്പോൾ അവിടെയൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ആ എല്ലാ വെർട്ടെക്സിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് ആ പോയിൻ്റിനും ഒരു പോയിൻ്റ് ആർബിട്രറി പോയിൻ്റ് എടുത്തു. ഈ എല്ലാ വെർട്ടെക്സിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലുള്ള ഒരു ആർബിട്രറി പോയിൻ്റ് y എടുത്തു. അത് ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനാണ്, സമ്മേഷൻ 1 ആണ്, ബി ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അപ്പോൾ എഫ് ഓഫ് y എന്താവും, എഫ് ഓഫ് സമ്മേഷൻ ആർ വാരീസ് ഫ്രം 1 to k ബി ആർ എക്സ് ആർ. എഫ് ലീനിയർ ആയതുകൊണ്ട് ഈ സമ്മേഷൻ്റെ ഉള്ളിലേക്ക് എഫിനെ എടുക്കാൻ പറ്റും. അപ്പോൾ സമ്മേഷൻ ആർ വാരീസ് ഫ്രം 1 to k ബി ആർ എഫ് ഓഫ് എക്സ് ആർ. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിപ്പം എഫ് ഓഫ് എക്സ് ആർ, ഇതിൽ എന്താ പറയുക, എഫ് ഓഫ് എക്സ് ആർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എഫ് ഓഫ് എക്സ് 1, എഫ് ഓഫ് എക്സ് 2, എഫ് ഓഫ് എക്സ് കെ ആണ്, അതൊക്കെ ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മൾ അതിനൊക്കെ കൂടി മാറ്റി എഫ് ഓഫ് എക്സ് 1 കൊടുത്തുകൂടെ നമുക്ക്, കാരണം ഒക്കെ ഈക്വലാണ്. എഫ് ഓഫ് എക്സ് 1 ഈക്വലാണ്, എഫ് ഓഫ് എക്സ് 2 ഈക്വലാണ്, എഫ് ഓഫ് എക്സ് കെ വരെ ഈക്വലാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ആറിന് പകരം എഫ് ഓഫ് എക്സ് 1 ഒരു ഫിക്സർ 1 കൊടുക്കാം. അപ്പോൾ അതോടെ കോൺസ്റ്റൻ്റ് ആവും, കാരണം ആർ ഇങ്ങനെ വാരി ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 1 പ്ലസ്, കാരണം ഇതിങ്ങനെ സമ്മേഷൻ വരുമ്പോഴേ ഇങ്ങനെ വരും. ഇത് സമ്മേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബീറ്റ 1 എഫ് ഓഫ് എക്സ് 1